ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡയറ്റ് ലാബ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറ്റ് കൺസൾട്ടേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അപ്പോയിൻമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഫാറ്റി ലിവർ ഡീറ്റോക്സ് ഫുഡ്സിനെ കുറിച്ചിട്ടാണ്. ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ലിവർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രൂട്ടാണ് അവക്കാഡോ. ഇതിൽ ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റ്സും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റിനെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ലിവറിനകത്തുള്ള ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കുറയ്ക്കാനും ടോക്സിക് സബ്സ്റ്റൻസസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ലിവറിനകത്ത് ഉണ്ടാകുന്ന പുതിയ പുതിയ എൻസൈംസിനെ അത് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് അവക്കാഡോസ്. അടുത്തതായിട്ട് ഫാറ്റി ലിവറിനെ ക്ലെൻസിങ് ചെയ്യുന്ന ഫ്രൂട്ട്സാണ് സിട്രസ് ഫ്രൂട്ട്സ്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും പൊട്ടാസ്യവും ബയോഫ്ലേവനോയിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറ്റിൽ ഓറഞ്ച് ഇൻക്ലൂഡ് ചെയ്യാം, ഗ്രേപ്പ് ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാം, അതുപോലെ തന്നെ ലെമണോ ലൈമോ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. മെയിനായിട്ടും ഫാറ്റി ലിവർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈം ജ്യൂസ് ഡെയിലി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ലൈം ജ്യൂസിന് ഒരു പ്രത്യേക ഒരു പവറുണ്ട്. അതായത് നമ്മുടെ ഫാറ്റി ലിവറിനകത്തുള്ള ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്ത് പോകാനും അതുപോലെ തന്നെ അതിനകത്തുള്ള ഇൻഫ്ലമേഷനൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ടോക്സിൻ സബ്സ്റ്റൻസസ് എല്ലാം റിമൂവ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടും ഒക്കെ ഉള്ള പ്രത്യേക കഴിവ് നമ്മുടെ ലൈം ജ്യൂസിനുണ്ട്. അതുകൊണ്ട് ഫാറ്റി ലിവർ ഉള്ളവർ ഡെയിലി ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. മെയിനായിട്ട് സ്പിനാച്ച്, കെയിൽ അങ്ങനെയുള്ള ലീവ്സ് എല്ലാം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും നമ്മുടെ ലിവറിലുള്ള ടോക്സിൻസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ലിവറിനകത്തുണ്ടാകുന്ന ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഡെയിലി നമ്മൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കെയിലിൻ്റെയൊക്കെ സ്മൂത്തീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ലിവറിനെ ക്ലെൻസ് ചെയ്യിപ്പിക്കാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രിങ്കാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഹൈ ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിവറിനകത്തുള്ള ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും ഇൻഫ്ലമേഷനെയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും എൻസൈംസിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങൾ രാവിലെ ടീ ഒക്കെ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഡെയിലി ഗ്രീൻ ടീ ഒരു റുട്ടീനായിട്ട് കൊണ്ടുവരിക. മോർണിംഗിൽ ഒരു വാമായിട്ടൊരു ഗ്രീൻ ടീ കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ലിവറിന് ഒരു റിഫ്രഷ്മെൻറ്റ് തന്നെ ഉണ്ടാകും. അടുത്തൊരു നല്ല ഓപ്ഷനാണ് വാൾനട്ട്. വാൾനട്ടിൽ ധാരാളമായിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ലിവറിനകത്തുള്ള ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ലിവറിനകത്തുള്ള ടോക്സിക് സബ്സ്റ്റൻസിനെയൊക്കെ റിമൂവ് ചെയ്യിക്കാനും ഒക്കെ വളരെ നല്ലതാണ് വാൾനട്ട്. അപ്പോൾ ഡെയിലി ഒരു 4 to 5 വാൾനട്ട് നിങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഫാറ്റി ലിവറിന് വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈസാണ് ടേമറിക്. ഇതിൽ ധാരാളമായിട്ട് കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റി ലിവറിനകത്തുള്ള ഫാറ്റിനെയൊക്കെ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് നമ്മുടെ ഇൻഫ്ലമേഷനെയൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനുമായിട്ട് ടേമറിക് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ടേമറിക് ടീ പോലെ എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അടുത്തായിട്ട് ലിവറിനെ ഡീറ്റോക്സിഫൈ ചെയ്യാനായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ജിഞ്ചർ. ജിഞ്ചർ നിങ്ങൾ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് സംശയം വരും ഇതിനകത്ത് ഏത് ടീ ആണ് ബെസ്റ്റ് എന്ന്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടീയും ബെസ്റ്റാണ്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോർണിംഗിൽ ഗ്രീൻ ടീ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഈവനിങ് ടൈമിൽ ഓരോ ദിവസവും മാറിയും തിരിഞ്ഞും ജിഞ്ചർ ടീയും അതുപോലെ തന്നെ ടേമറിക് ടീയും ഇൻക്ലൂഡ് ചെയ്യുക. ഇന്ന് ജിഞ്ചർ ടീ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ടേമറിക് ടീ എടുക്കുക. അങ്ങനെ മാറിയും തിരിഞ്ഞ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗാർലിക്. ഇതിൽ ധാരാളമായിട്ട് സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സും സെലിനിയവും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാറ്റിനെ പെട്ടെന്ന് കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ പെട്ടെന്ന് കുറയ്ക്കുകയും പുതിയതായിട്ടുള്ള എൻസൈംസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഗാർലിക്. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റം ഒക്കെ ലിവറിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഡയറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റം ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഈസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.